സംസ്ഥാനത്ത് തോരാതെ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം പുഴകളിലും തോടുകളിലും ജലനിരപ്പ് അതിവേഗം ഉയരുകയാണ്. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. കേരളക്കരയാകെ മഴ കനത്ത് പെയ്യുകയാണ്. ഇടമുറിയാതെ പെയ്യുന്ന കനത്ത മഴയിൽ സംസ്ഥാനം മുഴുവനും ഇപ്പോൾ തണുത്തുവിറച്ച് നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ്. അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ ഫലമായി വടക്കൻ കേരളത്തിലാണ് മഴ ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കാൻ സാധ്യത. മഴ അതിതീവ്രമാകാൻ സാധ്യതയുള്ളതിനാൽ വടക്കൻ കേരളത്തിലെ 3 പ്രധാന ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിനുള്ളിൽ 204 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. കനത്ത മഴ കണക്കിലെടുത്ത് 3 ജില്ലകളിലെയും സ്കൂളുകൾക്കും കോളേജുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് അവധിയാണ് പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് മധ്യ തെക്കൻ ജില്ലകളിൽ യെല്ലോ ജാഗ്രതയുമാണ് പുറപ്പെടുവിച്ചത്. തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം പുഴകളിലും തോടുകളിലും ജലനിരപ്പ് അതിവേഗം ഉയരുകയാണ്. തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിക്കഴിഞ്ഞു. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ വലിയ ജാഗ്രതയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി തന്നെ നിരോധിച്ചു. ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര റോഡുകളിൽ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കടൽ വളരെ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്നും അധികൃതർ കർശനമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.